ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ സോൾവ് ചെയ്ത പേപ്പർ 2013 LDC തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 2011 LDC തിരുവനന്തപുരം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 82/2011 ആയിരുന്നു. 82/2011. ഇല്ലാത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യമേത്? എക്സാം നടക്കുന്ന സമയത്ത് മോണ്ടിനെഗ്രോ ആയിരുന്നു ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം. എന്നാൽ ഇപ്പോഴത് സൗത്ത് സുഡാനാണ് ഐക്യരാഷ്ട്രസഭയിൽ അവസാനമായി അംഗമായ രാജ്യം. സൗത്ത് സുഡാനാണ് ഐക്യരാഷ്ട്രസഭയിൽ അവസാനമായി അംഗമായ രാജ്യം. സൗത്ത് സുഡാൻ. ഐക്യരാഷ്ട്രസഭയിൽ 193ാമത്തെ രാജ്യമായി സൗത്ത് സുഡാൻ അംഗത്വം എടുത്തത് 2011 ജൂലൈ 14-നാണ്. 2011 ജൂലൈ 14-നാണ് ഐക്യരാഷ്ട്രസഭയിൽ 193ാമത്തെ രാജ്യമായി സൗത്ത് സുഡാൻ അംഗത്വം എടുത്തത്. സൗത്ത് സുഡാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായത് 2011 ജൂലൈ 9-നാണ്. 2011 ജൂലൈ 9-നാണ് സൗത്ത് സുഡാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായത്. സൗത്ത് സുഡാൻ്റെ തലസ്ഥാനം ജുംബയാണ്. ജുംബയാണ് സൗത്ത് സുഡാൻ്റെ തലസ്ഥാനം. ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകുന്ന 54ാമത്തെ ആഫ്രിക്കൻ രാജ്യമാണ് സൗത്ത് സുഡാൻ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകുന്ന 54ാമത്തെ ആഫ്രിക്കൻ രാജ്യം സൗത്ത് സുഡാനാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ തായ്വാൻ, വത്തിക്കാൻ, കൊസോവോ എന്നിവയാണ്. തായ്വാനും വത്തിക്കാനും കൊസോവയും ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത സ്വതന്ത്ര രാജ്യങ്ങളാണ്. 2010 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ കായിക താരം ആരെ? 2010 സൈന നെഹ്വാൾ ആയിരുന്നു രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ കായിക താരം. ബാഡ്മിൻ്റൺ ആയിരുന്നു സൈന നെഹ്വാൾ. ലോക ജൂനിയർ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് സൈന നെഹ്വാൾ. ലോക ജൂനിയർ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി സൈന നെഹ്വാളാണ്. താഴെ പറയുന്നവയിൽ സ്കാൻഡിനേവിയൻ രാജ്യം അല്ലാത്ത ഏത്? സ്പെയിൻ. ഈ തന്നിരിക്കുന്നവയിൽ സ്പെയിൻ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമല്ല. ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ മറ്റൊരു പേരാണ് നോർഡിക് രാജ്യങ്ങൾ. നോർഡിക് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നു. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ ബെനലക്സ് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നു. ബെൽജിയം, നെതർലാൻഡ്, ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ ബെനലക്സ് രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, വടക്കൻ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നു. UK അഥവാ യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, വടക്കൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളാണ്. ബൾഗേറിയ, ഗ്രീസ്, റുമേനിയ, അൽബേനിയ, സെർബിയ, മോണ്ടിനെഗ്രോ, ബോസ്നിയ, ഫെർഡിഗോവിന, ക്രൊയേഷ്യ, മാക്സിഡോണിയ, സോൾവേനിയ എന്നീ രാജ്യങ്ങൾ ബാൾക്കൻ രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നു. ബൾഗേറിയ, ഗ്രീസ്, റുമേനിയ, അൽബേനിയ, സെർബിയ, മോണ്ടിനെഗ്രോ, ബോസ്നിയ, ഫെർഡിഗോവിന, ക്രൊയേഷ്യ, മാക്സിഡോണിയ, സോൾവേനിയ എന്നീ രാജ്യങ്ങൾ ബാൾക്കൻ രാഷ്ട്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫേസ്ബുക്ക് എന്ന ഇന്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ ആര്? മാർക്ക് സുക്കർബർഗ്. മാർക്ക് സുക്കർബർഗ് ആണ് ഫേസ്ബുക്ക് എന്ന ഇന്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ. ഫേസ്ബുക്ക് സ്ഥാപിതമായത് 2004 ഫെബ്രുവരി 4-നാണ്. 2004 ഫെബ്രുവരി 4-നാണ് ഫേസ്ബുക്ക് സ്ഥാപിതമായത്. ഹോട്ട്മെയിലിൻ്റെ ഉപജ്ഞാതാവാണ് സൈബർ ഭാട്ടിയ. ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. സൈബർ ഭാട്ടിയാണ് ഹോട്ട്മെയിലിൻ്റെ ഉപജ്ഞാതാവ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനാണ് ബിൽ ഗേറ്റ്സ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ആണ്. വീക്ക്ലിക്സിൻ്റെ സ്ഥാപകനാണ് ജൂലിയൻ അസാഞ്ച്. ജൂലിയൻ അസാഞ്ചാണ് വീക്ക്ലിക്സിൻ്റെ സ്ഥാപകൻ. വീക്ക്ലിക്സിൻ്റെ ആപ്തവാക്യം അഴിമതിക്കെതിരെ കുരിശുദ്ധം എന്നാണ്. അഴിമതിക്കെതിരെ കുരിശുദ്ധം എന്നാണ് വീക്ക്ലിക്സിൻ്റെ ആപ്തവാക്യം. ബിൽ ഗേറ്റ്സിൻ്റെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ എ റോഡ് എഹെഡ്,
ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് എന്നിവയാണ്. എ റോഡ് അഹെഡ്, ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് ബിൽ ഗേറ്റ്സിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. അദ്ദേഹം മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനാണ്. ദേശീയ വിജ്ഞാന കമ്മീഷൻ ചെയർമാൻ ആരെ? എക്സാം നടക്കുമ്പോൾ സാംബിത്രോടെയായിരുന്നു ദേശീയ വിജ്ഞാന കമ്മീഷൻ ചെയർമാൻ. എന്നാൽ ഇപ്പോഴത് സുധീർ ഭാർഗവയാണ്. സുധീർ ഭാർഗവയാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ. ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത് 2005 ജൂൺ 13 2005 ജൂൺ 13 ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വിജ്ഞാന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 8. ചെയർമാൻ അടക്കം 8 അംഗങ്ങളാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ ഉള്ളത്. സമീപകാലത്ത് ഇന്ത്യക്കാരുടേതടക്കമുള്ള നിക്ഷേപത്തിൻ്റെ ഇടപാട് രഹസ്യം വെളിപ്പെടുത്തിയ ബാങ്ക് ഏത്? ലിച്ചൻസ്റ്റൈൽ ആയിരുന്നു സമീപകാലത്ത് ഇന്ത്യക്കാരുടേതടക്കമുള്ള നിക്ഷേപത്തിൻ്റെ ഇടപാട് രഹസ്യം വെളിപ്പെടുത്തിയ ബാങ്ക്. വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം കണ്ടെത്തുന്നതിന് സുപ്രീം കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ തലവൻ ജസ്റ്റിസ് ജീവൻ റെഡ്ഡിയാണ്. ജസ്റ്റിസ് ജീവൻ റെഡ്ഡി. ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെ നീക്കം നിരീക്ഷിക്കാനും നടപടിയെടുക്കാനുള്ള ചുമതല CBDTക്കാണ്. CBDT. നെല്ല് ഉൽപാദനത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ചൈനയാണ് നെല്ല് ഉൽപാദനത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. നെല്ലിൻ്റെ ജന്മദേശം ആഫ്രിക്കയാണ്. നെല്ലിൻ്റെ ജന്മദേശം. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സൈറ്റവ എന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രനാമം. നെല്ലൊരു ഖാരിഫ് വിളയാണ്. അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം നെല്ലാണ്. നെല്ലുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയാണ്. ഫിലിപ്പൈൻസിലെ മനിലയിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കിലാണ്. ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി, മാങ്കൊമ്പ്, വൈറ്റില, കായംകുളം ഇവിടങ്ങളിലാണ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി, മാങ്കൊമ്പ്, വൈറ്റില, കായംകുളം എന്നിവിടെയാണ്. നേപ്പാളിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഖഡ്ഗ് പ്രസാദ് ഒലിയാണ് നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ആഗോള താപനത്തിനെതിരെ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭാ യോഗം നടത്തിയ രാജ്യം നേപ്പാളാണ്. 2009 ഡിസംബർ 4 നേപ്പാളാണ് ആഗോള താപനത്തിനെതിരെ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭാ യോഗം നടത്തിയ രാജ്യം. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡുവാണ് നേപ്പാളിൻ്റെ തലസ്ഥാനം. നേപ്പാൾ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് നാഷണൽ പഞ്ചായത്ത് എന്നാണ് നേപ്പാളിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. നേപ്പാളിൻ്റെ നാണയം നേപ്പാൾ രൂപയാണ്. നേപ്പാളിൻ്റെ നാണയം. നേപ്പാളിൻ്റെ ദേശീയ മൃഗം പശുവാണ്. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം പൂവരശ്. നേപ്പാളിൻ്റെ ദേശീയ പക്ഷി ഹിമാലയൻ മൊണാലാണ് നേപ്പാളിൻ്റെ ദേശീയ പക്ഷി. ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചതാരെ? പാബ്ലോ പിക്കാസോ ആണ് ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. അദ്ദേഹം 1881 മുതൽ 1973 വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പാബ്ലോ പിക്കാസോ ആണ്. അദ്ദേഹം ഒരു സ്പെയിൻകാരനാണ്. പാബ്ലോ പിക്കാസോയാണ് ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്യൂബിസം എന്ന നൂതന ചിത്രരചനാ രീതിയുടെ ഉപജ്ഞാതാവ് പാബ്ലോ പിക്കാസോ ആണ്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തെ പശ്ചാത്തലമാക്കി പിക്കാസോ വരച്ച ചിത്രമാണ് ഗൂർണിക്ക. സമാധാനത്തിൻ്റെ പ്രതീകമായി വെള്ളപ്രാവിനെ നിർദ്ദേശിച്ചതും പിക്കാസോ ആണ്. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ. ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയാണ് ചിത്രകലയുടെ പിതാവ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രം മോണോലിസ ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രമാണ്.
മിലേസുർ മേരെ തുമാര എന്നാരംഭിക്കുന്ന പ്രശസ്തമായ ദേശീയോദ്ഗ്രഥന ഗാനം ചിട്ടപ്പെടുത്തിയത് ആര്? ഇതിന് ശരിയുത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം അശോക് പട്കയാണ്. അശോക് പട്കയാണ് മിലേസുർ മേര തുമാര എന്നാരംഭിക്കുന്ന പ്രശസ്തമായ ദേശീയോദ്ഗ്രഥന ഗാനം ചിട്ടപ്പെടുത്തിയത്. ഈ ഗാനം രചിച്ചത് പീയൂഷ് പാണ്ഡെയാണ്. പീയൂഷ് പാണ്ഡെയാണ് ഈ ഗാനം രചിച്ചത്. മിലേസുർ മേര തുമാര എന്ന ഗാനത്തിന് മറ്റൊരു പേര് ഏക് സോർ എന്നാണ്. ഏക് സോർ. ഹിന്ദുസ്ഥാനി സംഗീത ചക്രവർത്തി എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയാണ്. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി ഹിന്ദുസ്ഥാനി സംഗീത ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. പറക്കും സംഗീതജ്ഞൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പറക്കും സംഗീതജ്ഞൻ. UN പൊതുസഭയിൽ പാടാൻ അവസരം ലഭിച്ച ആദ്യ ഗായിക MS സുബ്ബലക്ഷ്മിയാണ്. MS സുബ്ബലക്ഷ്മിയാണ് UN പൊതുസഭയിൽ പാടാൻ ലഭിച്ച ആദ്യ ഗായിക. ഇന്ത്യയുടെ സാംസ്കാരിക അംബാസിഡർ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക അംബാസിഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭാരതരത്ന ലഭിച്ച ആദ്യ സംഗീതജ്ഞയും MS സുബ്ബലക്ഷ്മിയാണ്. MS സുബ്ബലക്ഷ്മി.